അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം ആട്ടി വെച്ച നമ്മുടെ മാവാണ്, ഞാനതെടുത്ത് ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നല്ല ഗീ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്നോട് എപ്പോഴും ഗീ ഉണ്ടാക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ഗീ അയച്ചു തരുമോ എന്നുള്ളതാണ്. അപ്പം അതിന് നല്ലൊരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന്. ഞാൻ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, മറ്റു ഭാഗത്ത് പാലൊഴിച്ചിട്ട് പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചായകളിൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ. അപ്പോൾ വേഗം വേഗം നമ്മൾ പാലൊന്ന് തിളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്ലെയിമിൽ ഇതിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചായ തിളച്ച് പൊടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പറയാം. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോ കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. എന്തായാലും ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്യണം, കാണാത്തവർ വീണ്ടും പോയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി റെസിപ്പി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചായ ആയപ്പോൾ ഞാൻ ചായ എടുക്കുന്നുണ്ട്. എന്നോടൊരു കുട്ടി എവിടുന്ന് കണ്ടാലും ചായ വെച്ച് തരണം ഇത്താന്ന് പറഞ്ഞിട്ടുണ്ടേ. അയ്യോ, അത് ഭയങ്കര ടാസ്ക് ആണല്ലോ മുത്തേ. ഞാൻ എവിടുന്ന് കണ്ടാലും എങ്ങനെയാ ചായ വെച്ച് തരിക? വീട്ടിൽ നിന്നാണെങ്കിൽ അല്ലേ നമുക്ക് ചായ വെക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി ഞാനും മോനും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ അതൊന്ന് ഉണ്ടാക്കുമ്പോൾ അയച്ചു തരാം. അങ്ങനെ റിഹാൻ ചായ കുടിച്ചിട്ട് അവിടെ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൻ ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അയൻകുട്ടി പിന്നെ രാവിലെ എണിച്ചതും വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഒക്കെ മാറ്റി അങ്ങ് ഇരിക്കും. അങ്ങനത്തെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അവന്റെ സ്ഥിരം സ്വഭാവമാണ് കേട്ടോ അത്. എന്ന് രാവിലെ നേരത്തെ എണിക്കും, എന്നിട്ട് എണിച്ച് പാടെ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവന് ബാക്കിയുള്ളതിനൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. ചോറ് വെക്കണം, പിള്ളേർക്കിന്ന് ലഞ്ച് ബോക്സ് റെസിപ്പി ആക്കി ഉണ്ടാക്കണം. ഞാൻ അതിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പുതിന റൈസ് ഉണ്ടാക്കുക, പിന്നെ എഗ്ഗ് വെച്ചിട്ട് ഒരു പെപ്പർ എഗ്ഗും കൂടെ ഉണ്ടാക്കുക. അപ്പൊ രണ്ടിന്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോ പാത്രങ്ങൾ വേഗം കഴുകി എടുക്കുകയാണ്. ചായ വെച്ച പാത്രമൊക്കെ ഉണ്ട്. കുറച്ചാവുമ്പോൾ വേഗം വേഗം കഴുകിയ നമുക്ക് ഹെവി ആയിട്ട് കിടക്കൂലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ ഇന്നലെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ആയിട്ട് പിള്ളേർ വരുമല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതുപോലെ വീട്ടിൽ വരുമ്പോൾ വാങ്ങാറുണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ പാവം തോന്നുമെന്ന്. വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അവർക്കും അത് ജീവിക്കാനുള്ള ഒരു മാർഗം ഒക്കെ ആയിരിക്കും. അവരുടെ കമ്പനി കാര്യങ്ങൾ, ചില ആൾക്കാർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് മേടിക്കുന്നത് അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മേടിച്ചത്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പൊ ഇന്ന് എന്തായാലും ഞാനൊരു പുതിന റൈസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. അപ്പൊ വിചാരിച്ചു നെയ്യ് പൊതുവേ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ, എന്നോട് ഒരുപാട് പേര് ഞാൻ നെയ്യ് ഉണ്ടാക്കണം കണ്ടിട്ട് ചോദിച്ചതാണ് ജിനിത സെയിൽ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അത്രയും അടിപൊളി നെയ്യ് ഞാൻ യൂസ് ചെയ്തിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് പറയുന്നത്. വെച്ചൂർ പശു ഇല്ലേ, അതിന്റെ നെയ്യാണ് കേട്ടോ. ഇപ്പൊ നെയ്യിന്റെ വീഡിയോ ഇട്ടാലും എന്നോട് ചോദിക്കുന്നത് ഇതാണ്, ഒരു നെയ്യ് നമുക്ക് കിട്ടുമോ, അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി നെയ്യാണ് കേട്ടോ. നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കേടുവരാതിരിക്കാനുള്ള സംഭവങ്ങളോ അതുപോലെ കെമിക്കൽസും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വെച്ചൂർ കൗ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ തനതായ ഒരു ഇനം പശുവിൽ നിന്ന് എടുക്കുന്ന ഒരു നെയ്യാണ് കേട്ടോ ഇത്. അപ്പോൾ സംഗതി എന്തായാലും ഭയങ്കര സ്മെല്ലുണ്ട്, ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും.
ചില ആൾക്കാർ ഹാർട്ടിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു സ്പൂണ് നെയ്യ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാറുണ്ട്. നമ്മുടെ സ്കിന്നിനും എല്ലാറ്റിനും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇത് പറ്റും. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു വെച്ചൂർ പശുവിൻ്റെ നെയ്യ്. അപ്പോൾ ഇത് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അമ്പാരി ഫുഡ് പ്രോഡക്റ്റ് ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പ്രോഡക്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കുഞ്ഞുമക്കളുള്ള പാരൻസ് എന്നോട് മെസ്സേജ് ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്ത ഏതാണ് ബെസ്റ്റ് ക്വാളിറ്റി നെയ്യ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നെയ്യ് അയച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലും അതേ ക്വാളിറ്റിയിലും പിന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ അമ്പാരി ഫുഡ് പ്രോഡക്റ്റ് ഈ ഒരു നെയ്യ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഞാനിന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന എല്ലാതും ഞാൻ ഈ ഒരു നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ എഗ്ഗ് ഞാൻ പെപ്പർ എഗ്ഗാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റെസിപ്പി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. എനിക്ക് നെയ്യിനെ കുറിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്രയും ഇഷ്ടമായി എന്തായാലും. അപ്പോൾ ഇത് പുതിന റൈസ് ആണ്. നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ പുതിന മല്ലിയില എല്ലാം നന്നായി അരച്ച് വഴറ്റിയെടുത്തതാണ് കേട്ടോ നെയ്യിൽ. പിന്നെ മസാല ഞാൻ ഗരം മസാലയും അതുപോലെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഗ്രീൻ ഇല്ല എൻ്റെ ഒരു മസാലയ്ക്ക്. ചില ആൾക്കാർ ഉണ്ടാക്കണ ഭയങ്കര ഗ്രീനിൽ ഉണ്ടാക്കും. അപ്പൊ ഞാൻ വേവിച്ച റൈസും കൂടെ അതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെന്തുടഞ്ഞ ചോറ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസോ ജീരകശാലയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 2 റെസിപ്പി ഞാൻ ഈ ഒരു നമ്മുടെ വെച്ചൂർ പശുവിന്റെ അമ്പാരി ഫുഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നെയ്യ് റോസ്റ്റ്, നെയ്യ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പൊ മക്കൾക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. പുറത്തൊരാൾ ഭയങ്കര പാട്ടുപാടലാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇവിടെ അങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര സൗണ്ടില് പാട്ടുപാടി കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ. ഇന്നത്തെ 2 റൈസും ഈ നെയ്യിലുണ്ടാക്കിയത് ഭയങ്കര മണമുണ്ട് കേട്ടോ. നെയ്യ് സൂപ്പറായി, വേണ്ടവര് മേടിക്കാം കേട്ടോ. അപ്പൊ അയാളുടെ പാട്ട് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ച എപ്പോഴൊന്നും നടക്കൂല. ഇടയ്ക്ക് ഓരോ മൂടാണ് തോന്നുന്നു ആൾക്ക്. ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ പാട്ടുപാടി നടക്കും എന്ന് പണ്ട് ഇക്കയൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോവാറില്ല, പേടിയാണ് വസ്തുത കാര്യം. അങ്ങനെ നമ്മൾ നല്ല മുരിഞ്ഞ നെയ് റോസ്റ്റും അതിൽക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തിൻ്റെ റെസിപ്പി എനിക്ക് കാണിക്കാൻ സമയം കിട്ടിയില്ല. അതായത് നമ്മുടെ വലിയുള്ളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, ഇച്ചിരി പുളിയും ഉപ്പും ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരയ്ക്കരുത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, ചൊടുക്കനെ ഉള്ള ചമ്മന്തിയാണ്. അപ്പൊ ഇന്നത്തെ ഗീ റോസ്റ്റ് അയൻകുട്ടി കഴിച്ചിട്ട് അവന്റെ എക്സ്പ്രഷനാണ് കേട്ടോ, അവനക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഗീ റോസ്റ്റ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾ അത്യാവശ്യം കഴിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ വേഗം ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. കുട്ടികൾക്ക് പോവാൻ സമയമായിട്ടുണ്ടായിരുന്നു. സമയമായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവര് കെട്ടട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാറില്ല. എനിക്കൊരു ധൃതിയാണ് കേട്ടോ അതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു നെയ്യ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഞാനത് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ വീഡിയോയിൽ. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, ആവശ്യമുള്ളവർ വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ചോറ് പകുതി ഊറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി പകുതിയും കൂടി ഊറ്റിയെടുക്കണം. അപ്പം ഞാൻ വേഗം അതെല്ലാം ഊറ്റിയിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കാസറോളൊക്കെ ഒന്ന് കഴുകണം, ഈ ചോറിന് നമുക്ക് അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി കുറേ കമൻസ് ഉണ്ടല്ലോ വായിച്ചാലോ. എനിക്ക് ഇന്ന് ഇവിടെ കൂർക്ക ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. കൂർക്കന്റെ സീസൺ തുടങ്ങിയല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലെ.
വലൈക്കും അസ്സലാം. സൂപ്പർ വീഡിയോ, താങ്ക് യു സോ മച്ച്. സൺഡേ മൺഡേ വ്ളോഗ് സൂപ്പർ ആയിട്ടുണ്ട്. ലോങ് വീഡിയോ കാണാനാണ് എനിക്കും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറെ ആൾക്കാർക്ക് ലോങ് വീഡിയോ കാണുമ്പോൾ അവരുടെ അത്രയും സമയം വെറുതെ വേസ്റ്റ് ആവുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അത് കാരണം എനിക്ക് ഇത്രയും വലിയ വീഡിയോ ഒക്കെ ഇടാൻ പേടി കേട്ടോ. ഇപ്പോൾ ഇവിടെ ജിദ്ദയിൽ മഴയാണ് അത്ര. ജിദ്ദയിൽ നിന്നൊക്കെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഈ പെണ്ണത് എവിടെ പോയിന്ന്. അയ്യോ, ഞാനും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഒരു ദിവസം വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ടുള്ളൂ കേട്ടോ. എവിടെ വെച്ച് എന്ന് കണ്ടാലും ജിനി ആദ്യം ഒരു ചായ ഇട്ട് എനിക്ക് തരണം കേട്ടോ. അതും പാലൊഴിച്ച ചായ എത്ര വേണ്ടത്. ഇൻഷാല്ലാ നോക്കാം. അങ്ങനെ കുട്ടികളൊക്കെ പോയ ശേഷം വാഷിങ്ങിന് ഒരു വാഷിങ് കഴിഞ്ഞത് ഞാൻ എടുത്തിട്ട് നെക്സ്റ്റ് വാഷിങ്ങിന് ഞാൻ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഉള്ളിലൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയും കൂടെ എടുക്കണം കേട്ടോ. കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ അവർ പോണതിന് മുമ്പേ വിരിച്ചിരുന്നു. പിന്നെ അവർ വിരിച്ചിട്ടാ വീണ്ടും ഒരു വിരിച്ചിടുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യാറില്ല. പറയാറുണ്ട് വിരിച്ചിടാൻ പറയാം, അപ്പൊ അവർ വിരിച്ചിടാറുണ്ട് കേട്ടോ. പിന്നെ വേഗം വേഗം ഞാൻ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെന്താ, കുറെ ലൈക്ക് ഉണ്ട്, അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അതില്. ഞാനിപ്പം ഉച്ചയ്ക്ക് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണം. പകുതിയെങ്കിലും വോയിസ് ഓവർ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേത് രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ക്ഷീണിക്കും. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം ഒന്നും കൂടെയാണ് കേട്ടോ. ജിമ്മത്തെ വ്ളോഗ് വേണോ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന വ്ളോഗ് വേണമെങ്കിൽ കമന്റ് ചെയ്യാ. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ, ഞാൻ ചെയ്യാം. എനിക്ക് ജിമ്മിന്ന് വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക് ആണ്, എന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ജിമ്മിലൊക്കെ ഉള്ളത്. ഗേൾസ് മോർണിംഗ് അല്ലേ, ഈവനിങ് ഒത്തിരി ഗേൾസ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ ഉടയ്ക്കണ കത്തി ഏതാന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഇതാണ് ആ കത്തി. 2-3 കൊട്ട് കൊട്ടിയാൽ മതി കേട്ടോ. അതിന്റെ മൂർച്ച ഇല്ലാത്ത ഭാഗത്തുനിന്ന് കൊട്ടണം, എന്നാലേ തേങ്ങ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ തേങ്ങയിൽ നിന്ന് നനച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പണ്ടുള്ളവർ പറയും നല്ല മനസ്സുള്ളവര് ഉടച്ചാലാണ് ഇത്ര പകുതി ആവുക എന്ന് പറയുന്നു. അപ്പൊ ഉടയ്ക്കണ സമയത്ത് ഇനിയിപ്പോ പകുതി അല്ലെങ്കിൽ നമുക്ക് ചീത്ത മനസ്സ് എന്നാണോ അതിന്റെ അർത്ഥം? പഠിച്ചോനെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി കേട്ടോ. തേങ്ങ, മല്ലിയില, പുതിന, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ചെറിയൊരു പീസ് പുളി, ഒത്തിരി വേണ്ട. ഇത് നമ്മൾ ഒരു പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടിക്കിട്ടും കേട്ടോ. വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടും, നല്ലൊരു മണം വരും. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിലാവുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മല്ലി പുതിന ചമ്മന്തി റെഡി. മല്ലിയില ചമ്മന്തി എന്നാണ് ഇതിന് പറയാറുള്ളത്. പുതിന ഇട്ടാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം മാത്രം അരയ്ക്കുക എന്നാണെന്നാവും ഞാനിങ്ങനെ പറഞ്ഞിട്ട് എനിക്കിട്ട് പണി കിട്ടുകയെന്നറിയില്ല. അങ്ങനെ വേഗം അരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചമ്മന്തി. ഇത് ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതാ നല്ല ക്രിസ്പി ദോശ, അതിൻ്റെ കൂടെ 2 വക ചമ്മന്തി ആയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും ചുട്ടും കൊടുത്ത് ഞാനും അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമുക്ക് ചായ പരിപാടികളൊക്കെ ചെയ്യണം. ഉച്ചയാണെങ്കിലും എൻ്റെ കണ്ണടഞ്ഞു പോകുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമുക്ക് വേണ്ടാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മെനക്കെട്ടൊരു പണിയെടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഉറക്കം വരിക. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ട്, കുറച്ച് അരി ഉഴുന്ന് ആട്ടാനും ഉണ്ട് കേട്ടോ. ഞാൻ ആട്ടിയിട്ടില്ല, ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. ഇന്ന് ആട്ടണം വിചാരിച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ആണ് ഞാൻ അരി ഉഴുന്ന് ആട്ടിയെടുക്കാറ് ദോശയ്ക്ക് ആവുമ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചായപ്പൊടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് കുറച്ചധികം പണികളുണ്ട് കേട്ടോ. ഞാൻ ഈ ഫിൽറ്ററൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. 3 നേരം പാത്രം കഴുകി, 3 നേരം ഫുഡ് ഉണ്ടാക്കി. എന്താല്ലേ ഈ 3 നേരം ഭക്ഷണം കഴിക്കണത് ആരാന്നാവ കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കണത് ആരാന്നാവ കണ്ടുപിടിച്ചത്? ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഫുഡ് എവിടെ തിരിഞ്ഞാലും ഫുഡ്. മണ്ണാർക്കാട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാട് പിടിച്ച് കിടക്കണതായിരുന്നു കഹാനിയുടെ ആ ഭാഗമൊക്കെ കേട്ടോ. കഹാനിയൊക്കെ നിൽക്കുന്നത് ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെയാണെന്ന് തോന്നുന്നത്, ഞങ്ങള് യൂസ് ചെയ്തിരുന്ന ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ അവിടെ.
ഇപ്പൊ ബസ് സ്റ്റോപ്പ് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവിടേക്ക് ഫുള്ള് കാടായിരുന്നു. ഇപ്പൊ അവിടേക്ക് ഫുള്ള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡ്. അവിടേക്ക് ഒരു 2 മാസം നിന്നാ മതി തടിച്ച് വീപ്പ് കുറ്റിയായിട്ട് വരാന്. കയ്യിലെ ക്യാഷ് മൊത്തം തീരും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മണ്ണാർക്കാട് ഫുഡ് അങ്ങാടി എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. എല്ലാവിധ ഫുഡും ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും, ഇതെല്ലാം എന്നും കഴിക്കാൻ ആരാ പഠിച്ചോനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വരുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ ഒരു നേരത്തിന് പോയിരുന്നു കഴിഞ്ഞാൽ ഫുഡ് പലവിടെയും കഴിക്കാൻ പോകും, എല്ലാരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഡെയിലി അവിടെ ഉള്ളവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞാന് ചായ എല്ലാം കുടിച്ച ശേഷം വേഗം അടിച്ചു വാരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ലഞ്ചിന് ഫുൾ വെജാണ്. ഞാൻ നോൺ വെജ് ഒന്നുമില്ല. എഗ് ഉണ്ട്. അപ്പൊ എഗിറ്റേറിയൻ എന്ന് പറയാനുള്ള എഗ് എന്നല്ല, എഗിറ്റേറിയൻ എന്ന് പറയാം. എഗ്ഗും കൂടെ വെച്ചും. അങ്ങനെ വേഗം ഈ ഒരു ഭാഗം അടിച്ചു വാരി എടുക്കാണ് കേട്ടോ. വേറെ എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്നലെ നമ്മുടെ വ്ലോഗിൽ ഉണ്ടായിരുന്ന പരിപ്പിച്ചാറ് കുറെ പേർക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പരിപ്പിച്ചാറ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. എല്ലാറ്റിൽക്കും കോമ്പിനേഷനാണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അതായത് പരിപ്പിച്ചാറ് ദോശ, ഇഡ്ഡലി, ചോറ്, ചപ്പാത്തി ഇതിൽക്കൊക്കെ ടേസ്റ്റാണ്. കസൂരിമേത്തി ഇല്ലാത്ത പരിപാടി ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഡ്രൈ ലീഫ് അല്ലേ, ഉലുവയുടെ ഇലയാണ്, നല്ലതാണ് അത്. അതൊന്നും മോശമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പഠിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് പുല്ല് കണ്ടോ, അത് ഫുള്ള് ചീരയാണ് കേട്ടോ. എന്താ അതിന്, കുപ്പച്ചീര അല്ലെ, കുപ്പച്ചീര എന്നാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പുറത്തതാ ഞാൻ അടിച്ചുവാരി വരുന്നതിൻ്റെ അവിടെയുള്ള ആ ചെടി സുക്കട്ടിക്കായൻ്റെ ചെടിയാണ്. മണിത്തക്കാളി എന്നൊക്കെ പറയില്ലേ, അതിന്റെ ചെടിയാണ്. അത് നല്ല തളിര് ഇല ഉണ്ട്. അത് വലിച്ച് ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ പാകമാണ്. നോക്കട്ടെ. പിന്നെ അതേപോലെ മുരിങ്ങി തളിർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നാളെ ഞാൻ വല്ല ഇലക്കറിയും വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഏത് കറി വെച്ചാലും ഒരുപാട് വെള്ളം ഉണ്ട് ഇത്ര. വെള്ളം ഒഴിക്കുന്നത്, വെള്ളം പോലത്തെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് വെച്ചാൽ കുറച്ച് ലൂസായിട്ട് വെക്കും. കാരണം ഇച്ചിരി കഴിയുമ്പോൾ അത് കട്ടിയാകും. പിന്നെ മീൻ കറി ആണെങ്കിലും ഏത് കറിയാണെങ്കിലും നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇച്ചിരി ലൂസായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ലൂസോടെ കറി വെക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര കട്ടിയുള്ള കറിയാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും പാകത്തിന് കട്ടിയുള്ള കറിയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് പാലക്കാട്ടുകാർ ഇങ്ങനെയല്ല മീൻ കറി വെക്കുക എന്ന് പറയുന്നുണ്ട്. അതിൽ ചെറിയൊരു ഡിഫറൻറ്റേ ഉള്ളൂ. താളിച്ചിട്ട് ഒഴിക്കും ചില ആൾക്കാർ എന്നല്ല, അധികം താളിച്ചിട്ട് ഒഴിക്കുക. ഞാൻ താളിക്കാണ്ട് ഒഴിച്ചു. കാരണം ഞാൻ ആ ചട്ടിയിൽ എല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ആ കലക്കിയത് ശരിക്കും പറഞ്ഞ ഒരു മൺചട്ടിയിൽ താളിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ, പാലക്കാട് ആ സൈഡല്ല, മലപ്പുറം ആ ഒരു ടച്ചുള്ള ഭാഗത്തേക്കല്ല ഞാൻ പറയണത്, നമ്മുടെ തമിഴ്നാട് ടച്ചുള്ള ഭാഗത്തേക്കുള്ളതാണ് ഞാൻ പറയണത്. അതായത് മുണ്ടൂര് കഴിഞ്ഞു വരുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കറി വെക്കുന്നത് കേട്ടോ. അതില് കറക്റ്റ് ആയിട്ട് ഒരു കുട്ടി കമന്റ് ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു, ഉലുവ ജീരകമൊക്കെ ഇട്ട ശേഷമാണ് ഇങ്ങനെ ഒഴിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇന്നലെ വെച്ച കറി, അതായത് നമ്മുടെ വെണ്ടക്ക കറിയാണ് ഉദ്ദേശിക്കുന്നത്. വെണ്ടക്ക കറി ഇന്ന് ഞാനൊരു വെണ്ടക്ക കറി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് മാത്രം മതിയിട്ടോ ഫുഡ് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ FB കുറെ കമന്റ്സ് ഉണ്ട്, ഹായ് ഹലോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേന് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കാസ്റ്റ് അയണിന്റെ ചട്ടി മയക്കി വെക്കുന്നത് ഇങ്ങനെയാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ആ വെള്ളം ഫുള്ള് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഫുള്ള് വൈപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ എല്ലാവിടെയും പരട്ടി എടുക്കണം. നല്ലൊരു ഷൈനിങ് വരും കേട്ടോ. ഞാൻ എൻ്റെ മൺചട്ടിയും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ 2 ഇരുമ്പ് ചട്ടിയും കാസ്റ്റ് അയൺ, ഇത് ഇൻഡസ് വാലിയത്തെയാണ്. അപ്പൊ രണ്ടും ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാ. നമുക്ക്
കേട് വരൂല. അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ ഞാൻ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഫുള്ള് വെജാണ് കേട്ടോ. എഗ് ഉണ്ട്. അപ്പോൾ എഗ്ഗിനെ വെജിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തില്ലല്ലോ. അപ്പൊ വലിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വെണ്ടക്ക, പച്ചമുളക്, അതുപോലെ വഴുതനങ്ങയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ചോറ് പിന്നെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ വെച്ചിട്ട് ഞാൻ കട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. വെണ്ടക്ക വെച്ചിട്ട് തൈരും വെണ്ടയ്ക്ക് ഇട്ടിട്ടുള്ള ഒരു തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറി ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കത് കഴിക്കാൻ തോന്നി. അത് മാത്രം മതി എന്ന് പറയണ്ടായിരുന്നു. അതേപോലെ തന്നെ അതും കുറിക്കാനൊരു പപ്പടം ഉണ്ടെങ്കിൽ, പൊടിക്കാനൊരു പപ്പടം ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഫോണിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. വെജിറ്റബിളൊക്കെ ആകെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഉള്ളി കഴുകാനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വലിയുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വേഗം അത് കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. വലിയുള്ളി കട്ട് ചെയ്യണം, പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്യണം, പിന്നെ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ 3 ഇൻഗ്രീഡിയൻസും ചോപ്പ് ചെയ്തിട്ട് വെണ്ടക്ക അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ എഗ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എഗ്ഗ് മസാല കൂട്ടിയിട്ട് ഒരു പൊരിക്കലുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പും വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വേകാൻ വേണ്ടിയിട്ടും വേഗം തൊലി എടുക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എണ്ണയിൽ ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളി ചേർത്തി, അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും ചേർത്തി എടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കറിവേപ്പിലയും ചുവന്ന മുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി നിർബന്ധമല്ല കേട്ടോ. മുളക് പൊടി 2 വീതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക ഒന്ന് വഴണ്ട് വന്ന ശേഷം മാത്രം ഇതിലോട്ട് ഈ പൊടികളൊക്കെ ചേർത്തി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഞാനിവിടെ വഴുതനങ്ങ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കട്ട നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും വെണ്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറെക്കുറെ. നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കണം. അപ്പൊ ഞാനിത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ആ പൊടികള് കായപ്പൊടിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, 2 വീതം മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് വെണ്ടക്കൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല കട്ടിക്കുള്ള തൈര്, കട്ടിയൊന്നും ഇല്ലാണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ വെണ്ടക്ക തൈര് കറി ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ കറി ഇതാ, ഓഹോ, കുറുന്നനെയുള്ള കറി ചപ്പാത്തിയിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും അത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതാ വേഗം എഗ്ഗൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ വിനീഗർ ഒഴിച്ച കാരണം പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ എല്ലാ എഗ്ഗും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. വരഞ്ഞിട്ട് അവിടെ മാറ്റിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇച്ചിരി സോസ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തും വരട്ടെ. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പിലൊക്കെ ഒന്ന് കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള എഗ്ഗ് റെഡി. കാടമുട്ടയും കൊണ്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ എഗ്ഗൊക്കെ ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റി സെയിം പാത്രത്തിൽ തന്നെ നെക്സ്റ്റ് ഒരു കറിയും കൂടി വെക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവൂല. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കട്ടയാണ് ഉണ്ടാക്കുന്നത്. കട്ട ഇഷ്ടമുള്ളവർ പറയുക. അതായത് നമ്മുടെ വഴുതനങ്ങ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റണം. ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി. കാസ്റ്റാൻഡ് ചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ മാറും കേട്ടോ. ഇനി നമുക്ക് വലിയുള്ളിയും തക്കാളിയും
വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം അടച്ചു വെക്കുന്നുണ്ട്. ഇവിടെ ഈ സമയത്ത് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി ഒക്കെ പോകട്ടോ, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ വോയിസ് ഓവർ കൊടുക്കാൻ. അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും പൊടികളും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ആ മസാല വേവാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച ശേഷം ഞാൻ പുളി പിഴിഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ കട്ടയിലേക്ക് പുളി വേണം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? കടലയില്ലേ, അത് തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ലാസ്റ്റ് ഈ കട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അതാണ് ഇതിനൊരു ക്രീമിഷ് ലുക്ക് വരുന്നത്. പക്ഷെ ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല, വേറൊരു ദിവസം ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ചൊടിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ രാവിലെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രം കഴുകി തുടയ്ക്കലൊക്കെ ചെയ്തിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു മയക്കൊക്കെ മയങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ വേഗം വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു സൗണ്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് നല്ല സൗണ്ട് വരിക വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ ലഞ്ചൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. നല്ല പൊന്നിയരി ചോറുണ്ട്, ഇതിലോട്ട് എഗ്ഗ് മസാല ആക്കിയതുണ്ട്. അപ്പം അതൊരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാങ്ങാച്ചാറ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കട്ട അങ്ങ് വെച്ച് കൊടുക്കുക. പപ്പടം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക തൈര് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ട്രൈ ചെയ്യണം. അങ്ങനെ പൊട്ടാറ്റോ ഫ്രൈസ് പോലത്തെ സംഭവമല്ലേ, അതും എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ അത്. അപ്പം അതും ഈ വെണ്ടക്ക ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്താ. എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് ഇതുപോലെ മിച്ചറ് കൂട്ടി കഴിക്കാറുണ്ട് ഇത്ര ചോറ്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇച്ചിരി കട്ട, തൈരും എല്ലാം കൂടെ ഒന്നും കൂടെ കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര തൃപ്തിയായിട്ടുണ്ട് ഇന്നത്തെ ഊണ്. അങ്ങനെ നമ്മുടെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, വേറെ വിശേഷിച്ചൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ നമ്മുടെ ഒരു കസ്റ്റാർഡാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. കമൻറ്റ് ഇടണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണം തന്നെയാണ് ഇത്രയും എത്തിയത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ, FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാറ്റിലും കാണുന്നവർ മാക്സിമം കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. അതേപോലെ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക.